പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തുതി. നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കാറ്റക്കിസത്തിൽ 2598 അങ്ങനെ പ്രവേശിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പഴയ നിയമ കാലത്തെ ആ പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചു. പ്രാർത്ഥന ഉൽപ്പത്തിയിൽ നിന്നും ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നിന്നും തുടർന്ന് അബ്രാഹത്തിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചു. യാക്കോബുമായിട്ടുള്ള മൽപ്പിടുത്തം, പിന്നീട് മോശയുടെ പ്രാർത്ഥന, പിന്നീട് ദാവീദിൻ്റെ പ്രാർത്ഥന, അങ്ങനെ സങ്കീർത്തനങ്ങളിലൂടെയുള്ള പ്രാർത്ഥന, അങ്ങനെ പഴയ നിയമകാലത്തെ ആ പ്രാർത്ഥനകളെല്ലാം പഠിച്ചു. സങ്കീർത്തനങ്ങളിൽ വളരെ വലിയ രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കി. ആ സങ്കീർത്തനങ്ങൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമെന്ന് പറയട്ടെ. നമ്മളെ കർത്താവ് ആ സങ്കീർത്തനങ്ങൾ വളരെ ഗഹനമായി പഠിപ്പിക്കുന്ന മറ്റൊരു അവസ്ഥയും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇവിടെ ഈ പുതിയ അധ്യായത്തിൻ്റെ ശീർഷകം തന്നെ സമയത്തിൻ്റെ തികവിൽ എന്നാണ്. സമയത്തിൻ്റെ തികവിൽ ദൈവം മനുഷ്യനായി അവതരിച്ച് ആ അവതരിക്കപ്പെട്ട വചനം തന്നെയായ കർത്താവ് ഈശോ മിശിഹാ ആണ് ഇനി പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാന കേന്ദ്ര ബിന്ദു. വരുവിൻ, നമുക്ക് ഈ പാരഗ്രാഫിലേക്ക് പ്രവേശിക്കാം. 2598 മനുഷ്യനായി അവതരിച്ച് നമ്മുടെ ഇടയിൽ വാസമുറപ്പിച്ച വചനത്തിലൂടെയാണ് പ്രാർത്ഥനയാകുന്ന നാടകം നമുക്ക് പൂർണ്ണമായി വെളിപ്പെടുന്നത്. പഴയ നിയമകാലത്ത് സംഭവിച്ചത് എല്ലാം ആ പൂർണ്ണമായി വെളിപ്പെടുത്തുന്നതിൻ്റെ നിഴലായിരുന്നു, മുന്നോടിയായിരുന്നു. എന്നാൽ ഇനിയാണ് നമ്മൾ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നത്. ഒരിക്കൽ കൂടി, മനുഷ്യനായി അവതരിച്ച് നമ്മുടെ ഇടയിൽ വാസമുറപ്പിച്ച. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വചനമാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അതിൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കണ്ടോ? മനുഷ്യനായി അവതരിച്ച് നമ്മുടെ ഇടയിൽ വാസമുറപ്പിച്ച വചനത്തിലൂടെയാണ് പ്രാർത്ഥനയാകുന്ന നാടകം നമുക്ക് പൂർണ്ണമായി വെളിപ്പെടുത്തുന്നത്. നാടകം എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് വിസ്മയനീയത കലർന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ആ നാടകം എന്ന് പറയുന്നത്. ഒരു വിസ്മയനീയതയുടെ വാക്കായിട്ട് നമ്മളതിനെ കാണണം. പ്രാർത്ഥനയാകുന്ന നാടകം നമുക്ക് പൂർണ്ണമായി വെളിപ്പെടുന്നത് യേശുവിൻ്റെ സാക്ഷികൾ സുവിശേഷത്തിൽ നമ്മോട് പ്രഘോഷിക്കുന്നവയിലൂടെ. സുവിശേഷം എന്ന് പറയുന്നത് 4 സുവിശേഷകരും യേശുവിൻ്റെ സാക്ഷികളാണ്. യേശു ചെയ്ത കാര്യങ്ങൾ ദൃക്സാക്ഷികളായി കണ്ടതും ഈശോവിനോട് കൂടെ നടന്നതും ജീവിച്ച് ആ അവസ്ഥ അവർ നേരിട്ട് കണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ് സുവിശേഷങ്ങൾ നടത്തുന്നത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ സാക്ഷികൾ, 4 സുവിശേഷകർത്താക്കൾ സുവിശേഷത്തിൽ നമ്മോട് പ്രഘോഷിക്കുന്നവയിലൂടെ അവിടുത്തെ പ്രാർത്ഥനയെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതിൻ്റെ അർത്ഥം. ശ്രമിക്കാനേ പറ്റുകയുള്ളൂ. അത് മുഴുവനും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. നമ്മൾ ശ്രമിക്കണം. അത് മുഴുവനും നമുക്ക് സാധിക്കുന്നത് ദൈവം തന്നെ വെളിപ്പെടുത്തി തരുമ്പോഴാണ്. നമ്മളുടെ വശത്തുനിന്ന് നമ്മളതിന് ശ്രമിക്കണം. ശ്രമിക്കുന്നതിൻ്റെ അർത്ഥം ഏതുപോലെയാണ്? കത്തിയെരിയുന്ന മുൾപടർപ്പിനെ എന്ന പോലെ നാം പരിശുദ്ധനും കർത്താവുമായ യേശുവിനെ സമീപിക്കുന്നു. കത്തിയെരിയുന്ന മുൾപടർപ്പ് കണ്ടപ്പോൾ മോശയ്ക്ക് വളരെ അത്ഭുതകരമായൊരു അനുഭവം. അവിടെ എന്താ കത്തിക്കൊണ്ടിരിക്കുന്നത്? അത് കുറേ നേരമായല്ലോ കത്തുന്നത്.
അത് എരിഞ്ഞ് ചാമ്പലാവുന്നില്ലല്ലോ, എന്നാൽ ഒന്ന് അങ്ങോട്ട് പോകാം. കണ്ടോ, മോശ സാവധാനം ആ കത്തിയെരിയുന്ന മുൾപ്പടർപ്പിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ കുറേ ചെന്നപ്പോൾ പറയാണ്, മോശ മോശ. ആ മുൾപ്പടർപ്പിൽ നിന്നൊരു ശബ്ദം. അതാണ് പ്രാർത്ഥനയുടെ ആദ്യഘട്ടം. ആ യേശുവിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തുകയും ആ യേശുവിനെ കാണുകയും യേശു ചെയ്ത വാക്കുകൾ, പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിൽ എരിയുകയും യേശു ചെയ്ത അത്ഭുതങ്ങളെ, അതിൻ്റെ അന്തസത്തയെ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും. ഇവിടെയാണ് പൂർണ്ണത. യേശുവാകുന്ന മനുഷ്യനായി അവതരിച്ച് നമ്മുടെ ഇടയിൽ വാസമുറപ്പിച്ച വചനത്തിലൂടെയാണ് പ്രാർത്ഥനയാകുന്ന നാടകം നമുക്ക് പൂർണ്ണമായി വെളിപ്പെടുന്നത്. ആദ്യം തന്നെ പ്രാർത്ഥനയിൽ അവിടത്തെ ധ്യാന വിഷയമാക്കുക. പ്രാർത്ഥനയിൽ ആദ്യം തന്നെ യേശുവിനെ ധ്യാന വിഷയമാക്കുക. പിന്നീട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അവിടെ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. അവിടെ നിന്ന് നമ്മുടെ പ്രാർത്ഥന എങ്ങനെ കേൾക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണത്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെയും, ഇത് നമ്മളെല്ലാവർക്കും ആവശ്യമായ ഒരു പ്രബോധനം, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബോധനമാണ്. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങളെന്നെ കുറ്റപ്പെടുത്തരുത്. കാരണം ഞാൻ എപ്പോഴും പറയും, നമ്മൾ പുതിയ നിയമത്തെ കേന്ദ്രീകരിക്കണം. എന്നിരുന്നാലും എനിക്ക് ആൾക്കാർ ഒരുപാട് വചനങ്ങൾ അയക്കുന്നുണ്ട്. ക്ഷമിക്കണം, ആദ്യം അയക്കുന്നതൊക്കെ പഴയ നിയമ വചനങ്ങളാണ്. ഈ ക്ലാസ്സുകൾ ഇത്രയും കേട്ടിട്ട് പോലും ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല പഴയ നിയമത്തിൽ യേശു ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് പുതിയ നിയമത്തിലെ വചനങ്ങൾ അയച്ചുകൂടാ? ഇനി ഒരു വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധന ആരംഭിക്കുകയാണ് ഉദ്ദേശിച്ചോ. ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുകയാണ്. ഈശോ അവിടെ എഴുന്നള്ളിയിരിക്കുകയാണ്. ആ ആരാധന നയിക്കുമ്പോൾ നമ്മൾ അവിടെ എന്ത് പറഞ്ഞ് ആരാധന നയിക്കണം? ഇത് നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. അത് ആരാധന നയിക്കുമ്പോൾ നിങ്ങളും ആരാധന നയിക്കും. ഇപ്പോൾ ഈശോ ഇങ്ങനെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് ഉടനെ ഒരാൾ പറയാണ്, നിയമാവർത്തന ഗ്രന്ഥത്തിൽ കർത്താവ് അരുളി ചെയ്തു. അവിടുത്തെ പല കാര്യങ്ങളൊക്കെ അങ്ങ് പറയാൻ തുടങ്ങും. അതിൻ്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് നമ്മൾ ഇതൊന്നും പ്രാർത്ഥിക്കുന്നതിനും പാടുന്നതിനും മുമ്പ് നിയമാവർത്തന ഗ്രന്ഥവും അവിടെ മോശ പറഞ്ഞു, ഈ കൽപ്പന പാലിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ശാപമുണ്ടാവും, ഇങ്ങനെയെല്ലാം പറഞ്ഞതുകൊണ്ട് അപ്പോൾ നമ്മൾ ആ പ്രാർത്ഥനയുടെ ക്രിസ്തു കേന്ദ്രീകൃതത്വം വിട്ടിട്ട് നമ്മൾ മനസ്സിലാവുന്നില്ല എന്താണ് പ്രാർത്ഥന എന്ന് തന്നെ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് വിമർശിക്കാൻ വേണ്ടിയല്ല. ഇതാരെങ്കിലും നമ്മുടെ ഈ പ്രബോധനം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് വരുമ്പോൾ, ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ വരുമ്പോൾ, ഈ മനുഷ്യനായി അവതരിച്ച കണ്ടോ, മിശിഹാ കർത്താവേ മാനവരക്ഷകനെ നരനു വിമോചകമേകിടുവാൻ നരനായി വന്നു പിറന്നവനെ. ഈ ആരാധന
വത്സരവും ആരാധനാ സീസൺ, അതിൻ്റെ ക്രമീകരണം നോക്കി. നമ്മൾ എവിടെ ആരംഭിച്ചതാണ്? നൊയമ്പ് കാലം. ആ നൊയമ്പ് കാലത്തിൽ ആരംഭിച്ചു. ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ചിന്തിച്ചു. പിന്നെ ദുഃഖവെള്ളിയാഴ്ച വന്നു, അല്ലെങ്കിൽ പെസഹ വ്യാഴാഴ്ച വന്നു, കുർബാന സ്ഥാപിച്ചു. കണ്ടോ, വിശുദ്ധ കുർബാന സ്ഥാപിച്ചു, പുതിയ നിയമം സ്ഥാപിച്ചു, വൈദിക പട്ടം സ്ഥാപിച്ചു. അതിനുശേഷം ദുഃഖവെള്ളിയാഴ്ച പീഡാനുഭവം, മനുഷ്യരെ രക്ഷിക്കുന്നതിൻ്റെ വിമോചനം, ഉയർപ്പ്. ആ ഉയർപ്പിന്, ആ പീഡാനുഭവം കഴിഞ്ഞിട്ട് ഈശോ പാതാളത്തിലേക്ക് ഇറങ്ങി ആദവത്തെയും ഹവ്വയെയും വരെ രക്ഷിച്ചു. ആദവും ഹവ്വയും മുതലുള്ള സകലരെയും രക്ഷിച്ചു. പിന്നെ സ്വർഗാരോഹണം, മഹത്വീകരണം. യേശു മഹത്വീകരിക്കപ്പെട്ട ശരീരമായി നമ്മളിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് സ്വർഗാരോഹണം കഴിഞ്ഞ് ഈശോ 40 ദിവസം നമ്മോടുകൂടെ വസിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ ഈശോ. അതിനുശേഷം സ്വർഗാരോഹണം. ആ സ്വർഗാരോഹണം കഴിഞ്ഞിട്ടാണ് പന്തക്കോസ്ത. അത് കഴിഞ്ഞിട്ട് ഈ യേശു നമുക്ക് നൽകാനിരിക്കുന്ന അതെല്ലാം കൂദാശകളിലൂടെ നമുക്ക് ലഭ്യമാകുന്നു. ആ പന്തക്കോസ്ത കഴിഞ്ഞിട്ട് നമ്മൾ ത്രിത്വൈക ദൈവത്തിൻ്റെ കുറിച്ചുള്ള തിരുനാൾ, അതിനുശേഷം വിശുദ്ധ കുർബാനയുടെ തിരുനാൾ, കോർപ്പസ് ക്രിസ്റ്റി. അത് പല സ്ഥലത്തും ഞായറാഴ്ച ആഘോഷിക്കാറുണ്ട്. ചിലയിടത്ത് സാധാരണ ഇതൊന്നും ആഘോഷിക്കാറില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന തിരുനാൾ തന്നെയാണ്. അപ്പം ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് സഭയുടെ ഈ ആരാധനാക്രമത്തിൽ നോക്കി, ഈ ആരാധനാക്രമം മുഴുവനും ക്രിസ്തുവിൻ്റെ ജീവിതമാണ് ഇതിൽ മുഴുവനും നമ്മൾ കാണുന്നത്. എന്ന പോലെ തന്നെ നമ്മൾ രാവിലെ നമ്മുടെ ഒരു ദിവസത്തെ പ്രാർത്ഥന, നമ്മളുടെ പ്രാർത്ഥനയിൽ ആദ്യം നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. കണ്ടോ, കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥയായി. ഇതാ കർത്താവിൻ്റെ ദാസി. അപ്പോൾ ഇത് ബേസിക്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്ര കൃത്യമാണ്. മനുഷ്യനായി അവതരിച്ചു, നമ്മുടെ ഇടയിൽ വാസമുറപ്പിച്ച വചനത്തിലൂടെയാണ് പ്രാർത്ഥനയാകുന്ന നാടകം നമുക്ക് പൂർണ്ണമായും മനസ്സിലാകുന്നു. അപ്പോൾ പ്രാർത്ഥനയിലേക്ക് നമ്മൾ ഇനിയും പ്രാർത്ഥനയിൽ വളരണമെങ്കിൽ, ഇപ്പോൾ പലർക്കും ഞാൻ പേഴ്സണലായിട്ട് ഗൈഡൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന ഗൈഡൻസ് ഇതാണ്. നമ്മൾ ഉള്ളിൽ ചെന്ന് ഞാൻ പറയും, നിങ്ങളൊരു വചനത്തെ ഓർക്കൂ. നിങ്ങളൊരു വചനത്തെ ഓർക്കൂ എന്ന് പറയുമ്പോൾ ചിലവർ പറയുന്ന വചനം, ഞാൻ നിൻ്റെ മുമ്പേ പോകുന്നു, ഞാൻ ഇരുമ്പോടാമ്പൽ ഉടയ്ക്കും, അത് ഉടയ്ക്കും, ഇതുടയ്ക്കും, ഞാൻ വച്ചിരിക്കുന്ന നിധികളൊക്കെ കാണിച്ചു തരും. ആ പഴയ നിയമവചനമാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നമ്മൾ പഠിച്ചേക്കാണ്, ഇന്ന വചനം കുറേ പറഞ്ഞാൽ ഇന്നത് കിട്ടും. അതൊന്നും അല്ല പ്രാർത്ഥന. അപ്പോൾ മനുഷ്യനായി അവതരിച്ച ഈശോ എങ്ങനെ അവതരിച്ചത്? വചനം മാംസമായി. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. കണ്ടോ, വചിച്ചു. എന്ത് സംഭവിച്ചു? ഏറ്റവും വലിയത് സംഭവിച്ചു. ദൈവം മനുഷ്യനായി അവതരിച്ചു. അപ്പോൾ നമ്മുടെ ആത്മാവിൽ ദൈവം മനുഷ്യനായി അവതരിക്കണത് എങ്ങനെയാണ്? ദൈവം മനുഷ്യനായി അവതരിക്കണത് ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ആത്മാവിലേക്ക് യേശു തന്നെയാകുന്ന വചനം വന്നു കഴിയുമ്പോൾ യേശു നമ്മുടെ ആത്മാവിൽ അവതരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയാറുണ്ട്, യേശു പറഞ്ഞ 7 ഐ ആം സെയിങ്സ്, ഞാനാകുന്നു, ഈ വാക്കുകളെങ്കിലും നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഞാനാകുന്നു എന്താണ്? ആദ്യത്തെ ഞാനാകുന്നു എന്താണ്? ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. കണ്ടോ, അതാണ് പുതിയ നിയമം. ഞാൻ അപ്പം എങ്ങനെയായി? ആ അപ്പമാകുന്നത് പരിശുദ്ധാത്മാവും വചനത്തിലൂടെയാണ്. ഈ കുദാശകളെല്ലാം ഈശോയിലാണ് കേന്ദ്രീകരിക്കുന്നത്.
ഈശോയിൽ നിന്ന് ആരംഭിക്കുന്നു, ഈശോയിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ നമ്മൾ പറയുന്നത് ദ ബ്ലെസ്സഡ് സാക്രമെൻറ്റ്. ദ ബ്ലെസ്സഡ് സാക്രമെൻറ്റ് എന്താ അതിൻ്റെ അർത്ഥം? സാക്രമെൻറ്റിൽ ഏറ്റവും ബ്ലെസ്സഡ്, എല്ലാ സാക്രമെൻറ്റിലും ഏറ്റവും അനുഗ്രഹീതമായത്, ദ മോസ്റ്റ് ബ്ലെസ്സഡ് ഓഫ് ദ സാക്രമെൻറ്റ്. അപ്പോൾ എന്താണ് അതിൽ? അപ്പോൾ അതിൽ വചനം മാംസമായി. വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമാണ്. വൈദികൻ ക്രിസ്തുവാണ്. എപ്പിക്ലേസിസ്, പരിശുദ്ധാത്മത്തിൻ്റെ റുഹാക്ഷണ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവോടെ ഇറങ്ങി വന്ന് ഈ അപ്പത്തെയും ഈ വീഞ്ഞിനെയും രൂപാന്തരപ്പെടുത്താൻ ആരംഭിക്കുന്നു. അതിനുശേഷം വൈദികൻ ആ അപ്പമെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് സ്തുതിച്ച് വാഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറഞ്ഞ വചനം പറയുമ്പോൾ ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ അത് ശരീരമായി. അപ്പോൾ നമ്മൾ സീറോ മലബാറിൽ അത് കഴിഞ്ഞിട്ടാണ് റുഹാക്ഷണ പ്രാർത്ഥന. കാരണം ഈ പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിൻ്റെ പ്രവർത്തനവും സ്ഥലകാല സീമയ്ക്ക് അതീതമാണ്. അത് മുന്നും പിന്നുമായി ഞായറ്റ് പ്രയാസമില്ല. അതെല്ലാം ഒറ്റ പ്രാർത്ഥനയാണെന്ന് മനസ്സിലാക്കണം. അതാണ് ഈ അനാഫറ പ്രാർത്ഥനകൾ. വിശുദ്ധ കുർബാനയിലെ അനാഫറ പ്രാർത്ഥനകളുടെ ഇടയ്ക്ക് വേറെ ഒന്നും പ്രാർത്ഥിക്കാൻ പാടില്ല, പാടാനും പാടില്ല. കാരണം ആ പ്രാർത്ഥന ഒറ്റ പ്രാർത്ഥനയാണത്. പക്ഷേ ആ ഒറ്റ പ്രാർത്ഥന സ്റ്റെപ്പായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നാണ്. അതായത് ആ റുഹാക്ഷണ പ്രാർത്ഥന ആ അനാഫറ പ്രാർത്ഥനയുടെ തന്നെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് പറയുന്നതിൻ്റെ കാര്യം, നമ്മൾ വളരെയധികം പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ഇനി അതിനെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ക്രിസ്തു കേന്ദ്രീകൃതമാകണം. പ്രാർത്ഥനയിൽ ക്രിസ്തു കേന്ദ്രീകൃതത്വം വരണം. അതാണ് മനുഷ്യനായി അവതരിച്ച് നമ്മുടെ ഇടയിൽ വാസമുറപ്പിച്ച വചനത്തിലൂടെ. അപ്പോൾ ഈശോ പറയുന്ന വചനം നമ്മൾ പറയുമ്പോൾ, ഈശോ പറഞ്ഞ വചനം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ വളരെ ഭക്തിയോടെ, ഭയഭക്തിയോടെ, ബഹുമാനത്തോടെ ആ വചനത്തെ നമ്മൾ പഠിപ്പിക്കണം. കാരണം അത് യേശു തന്നെയാണ്. യേശുവിൻ്റെ വചനം യേശു തന്നെയാണ്. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച വചനമാണത്. ത്രിത്വൈക ദൈവമാണ് സകലത്തിൻ്റെയും സൃഷ്ടാവ്. എന്നാൽ ത്രിത്വൈക ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചത്? യേശുവാകുന്ന ആ വചനത്തിലൂടെയാണ് സൃഷ്ടിച്ചത്. യേശുവാകുന്ന ആ വചനത്തിലൂടെ. എബ്രായ ലേഖനത്തിൽ 2:2, എബ്രായ ലേഖനത്തിൽ 2-ാം അധ്യായം, എബ്രായ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 1-ാം അധ്യായം കേട്ടോ, 2 അല്ല, 1-ാം അധ്യായത്തിൽ 1-2 വചനം ഉണ്ടോ. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു. പിതാക്കന്മാരോട് സംസാരിച്ചു. പ്രവാചകന്മാർ വഴി സംസാരിച്ചു. എന്നാൽ ഈ അവസാന നാളിൽ കണ്ടോ, സമയത്തിൻ്റെ തികവിൽ തൻ്റെ പുത്രൻ വഴിയായി അവിടെ നിന്ന് നമ്മോട് സംസാരിക്കുന്നു. അതായത് ദൈവം മനുഷ്യനായി അവതരിച്ച് നമ്മളോട് സംസാരിക്കുന്നു. ഇതാ വ്യത്യാസം. നിസ്സാര കാര്യമാണോ? അവനെ അവിടുന്ന്, അടുത്തത് കേട്ടോ, അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും, കേട്ടോ, ആരാണവൻ? സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. ഒന്നാലോചിച്ച് നോക്കിയേ. അവൻ്റെ ആ വചനത്തിലൂടെ, അടുത്ത വചനം കേട്ടോളൂ, അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. എന്തോ ഒരു മനോഹരമാണ് ഈ ട്രാൻസ്ലേഷനിലെ. തൻ്റെ ശക്തിയുടെ വചനത്താൽ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്,
പ്രൈസ് ദ ലോർഡ്. ഇത് പറയുമ്പോൾ ഭയങ്കര തിളക്കം. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവനെല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പ്രൈസ് ദ ലോർഡ്. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അവൻ അവകാശമാക്കിയ നാമം ദൈവദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ അവനും അവരെക്കാൾ ശ്രേഷ്ഠനാണ്. എന്തോരു വിസ്മയമാണ്. അപ്പോൾ ആ വചനത്തെയാണ് നമ്മൾ പ്രാർത്ഥനയിൽ ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതും. ആ സർവാധിപനാം കർത്താവേ എന്ന് നമ്മൾ പാടുമ്പോൾ ആ യേശു സർവാധിപനായി കഴിഞ്ഞിരിക്കുന്നു. ആ യേശു സർവാധിപനാണ്. എന്താ വചനം വരുന്നു? സർവാധിപൻ എവിടെയാണ് ബൈബിളിൽ യേശു സർവാധിപൻ എഴുതിയിട്ടുള്ളത്? റോമാക്കാർക്കെതി ലേഖനം 9-ാം അധ്യായം 5-ാമത്തെ വചനം. പൂർവപിതാക്കന്മാരും അവരുടേത്, ക്രിസ്തുവും വംശമുറയ്ക്ക് അവരിൽ നിന്നുള്ളവൻ തന്നെ. അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. റോമ 9:5. അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. വരുവിൻ, നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയുടെ ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.